നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാനാകാതെ കോൺഗ്രസ്. അന്തിമ പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് വി ഡി സതീശൻ. CPM വിട്ട കുഞ്ഞികൃഷ്ണന് പയ്യന്നൂരിൽ കോൺഗ്രസ് പിന്തുണ. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ. ഇടുക്കിയും ഏറ്റുമാനൂരും ഏറ്റെടുത്ത് കോൺഗ്രസ്. 95 സീറ്റിൽ മത്സരിക്കും. കെ സുധാകരൻ മത്സരിച്ചേക്കില്ല. അമൃത രാമകൃഷ്ണൻ കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയായേക്കും. ലീഗുമായി ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇടത് സ്ഥാനാർത്ഥിയായേക്കും. രണ്ടത്താണി ചോദിക്കുന്ന സീറ്റ് കൊടുക്കാൻ തയ്യാറെന്ന് CPM. തിരൂരങ്ങാടിയോ താനൂരോ മത്സരിപ്പിക്കാൻ നീക്കം. സീറ്റ് കിട്ടാത്തവരുടെ പരസ്യ പ്രതികരണം വൈകാരിക പ്രകടനമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPM-ന് വെല്ലുവിളിയായി TK ഗോവിന്ദൻ. പ്രതിഷേധമുയർന്ന തളിപ്പറമ്പിലും പേരാവൂരിലും ജാഗ്രതയോടെ പാർട്ടി. പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM വിമതരെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തെ എതിർത്ത് യൂത്ത് കോൺഗ്രസ്. കോൺഗ്രസിന്റെ കൊടി പിടിച്ചവർ സ്ഥാനാർത്ഥികളാകണം. നേതൃത്വത്തിന്റെ തീരുമാനം രാഷ്ട്രീയ ആത്മഹത്യയെന്നും യൂത്ത് കോൺഗ്രസ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കാലത്തെ ഇടതു വലതു മുന്നണി ബന്ധത്തെ ഇത്തവണ ജനം നേരിടുമെന്ന് BJP. മഞ്ചേശ്വരത്ത് ത്രികോണ മത്സരം. ശക്തമായ മത്സരമെന്ന് കെ സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് ചുവരെഴുതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അയോധ്യയിലെത്തിയ സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി ഇന്ന് സരയൂ ആരതിയിൽ പങ്കെടുക്കും. ശ്രീരാമക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മയും സാക്ഷിയാകും. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് ബാഴ്സലോണ ന്യൂകാസിൽ പോരാട്ടം. ക്വാർട്ടറിലെത്താൻ ന്യൂകാസിലിന് ജയം അനിവാര്യം. റയൽ മാഡ്രിഡും PSG-യും ആഴ്സണലും ക്വാർട്ടറിൽ. കോൺഗ്രസ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 37 സീറ്റുകളിലാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. 95 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന് പിന്തുണ. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ. ഇടുക്കിയും ഏറ്റുമാനൂരും കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. MP-മാർ മത്സരിക്കേണ്ട എന്ന ഉറച്ച നിലപാടിലാണ് ഹൈക്കമാൻഡ്. രജിത് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, സ്ഥാനാർത്ഥി പട്ടിക 24 മണിക്കൂറിനുള്ളിൽ പുറത്തുവിടുമെന്ന് പറഞ്ഞ കോൺഗ്രസിനെ സംബന്ധിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടും കീറാമുട്ടിയാവുകയാണ് ആ പ്രഖ്യാപനം എന്നുള്ളതാണ്. ഇതിപ്പോൾ കൃത്യമായ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു അന്തിമ തീരുമാനം വരേണ്ടത്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് സുധാകരനെ ഒരു സമവായത്തിലേക്ക് എത്തിക്കുക എന്നായിരുന്നു. അതിലേക്ക് ഏറെക്കുറെ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും സുധാകരൻ അനുനയത്തിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുന്നു. സുധാകരൻ്റെ നോമിനി അല്ലെങ്കിൽ സുധാകരൻ പറയുന്ന ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് കണ്ണൂരിൽ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആകെ കോൺഗ്രസ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന ഈ MP-മാരെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നിലവിൽ സുധാകരൻ മാത്രമാണ് വലിയൊരു വെല്ലുവിളി ഉയർത്തി പാർട്ടിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് എത്തിയത്. അതിനെ അനുനയിക്കുന്ന പാതയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളെ ബാക്കി 37 സീറ്റുകളിൽ കൂടിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ആ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നാണ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. 95 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മുമ്പ് നേരത്തെ മത്സരിച്ചിരുന്ന ഘടകകക്ഷികളൊക്കെയും തന്നെ നേരത്തെ മത്സരിച്ചിരുന്ന അതേ സീറ്റുകളിൽ തന്നെ മത്സരിക്കും. 2 സീറ്റുകൾ ഏറ്റെടുത്തിരുന്നു. ഇടുക്കിയും ഏറ്റുമാനൂരുമാണ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. ആ സീറ്റുകളിൽ കൂടി മത്സരിക്കും എന്ന തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തുതന്നെയായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ ബാക്കി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകൾ കൂടി പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ അത് CP ജോൺ മത്സരിക്കും എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളെല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നതും പാർട്ടിക്കുള്ളിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് രമേശ് ചെന്നിത്തലയും ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തുതന്നെയായാലും രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും തൻ്റെ മണ്ഡലമായ ചെന്നിത്തലയിലേക്ക് അടക്കം പോവുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് കോൺഗ്രസ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ബാക്കി സ്ഥാനാർത്ഥികളെ കൂടെ പ്രഖ്യാപിച്ച് വളരെ വേഗത്തിൽ പ്രചാരണ പരിപാടിയിലേക്ക് എത്തുക എന്നത് തന്നെയാണ്. അതിന് മുന്നോടിയായി തന്നെ പലരും പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ഔദ്യോഗികമായ പ്രഖ്യാപനം പൂർത്തിയാകും. അത് ഇന്നോടുകൂടി പൂർത്തിയാകുമെന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സുധാകരനെ അനുനയിപ്പിക്കുക എന്നതായിരുന്നു. അതും കോൺഗ്രസ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുകളെല്ലാം തന്നെ റെഡിയായിരിക്കുന്നു. വൈകിട്ട് നടക്കുന്ന
സെൻട്രൽ കമ്മിറ്റി തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ പ്രഖ്യാപനമടക്കം നടത്തുക എന്ന കാര്യവും വ്യക്തമാണ്. എന്തുതന്നെയായാലും കോൺഗ്രസിൻ്റെ ലിസ്റ്റുകളും തയ്യാറായിരിക്കുന്നു. എല്ലാവരും തന്നെ പ്രചരണ രംഗത്തേക്ക് വീണ്ടും സജീവമായി അടുത്ത മണിക്കൂറിൽ അല്ലെങ്കിൽ അടുത്ത ദിവസത്തിൽ തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ശരി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരികയാണ്. ആരെയൊക്കെ ഒഴിവാക്കും, ആരൊക്കെയാണ് പുതുതായി ഇടം പിടിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള കോൺഗ്രസിന്റെ ശ്രമം ഒറ്റ മനസ്സായി മുന്നോട്ടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയും. രജിത്ത് സൂചിപ്പിച്ച ആ വാർത്തയുടെ ഒരു അപ്ഡേഷനാണ് ഇനി വേണ്ടത്. കണ്ണൂർ സീറ്റുമായി ബന്ധപ്പെട്ട് നേതൃത്വവുമായി സുധാകരൻ അയഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സമവായത്തിന് കളമൊരുങ്ങുകയാണ്. തന്റെ നോമിനി, അതായത് അമൃത രാമകൃഷ്ണനെ കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയായി സുധാകരൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനം അദ്ദേഹം മാറ്റി എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാക്കുന്നു. ജോസഫ് അഗസ്റ്റിൻ വിശദാംശങ്ങൾ നൽകും. ജോസഫ്, കണ്ണൂരിൽ വളരെ വലിയ പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതിനൊരു സമവായത്തിലേക്ക് എത്തുകയാണ്. സുധാകരൻ നിശ്ചയിച്ച ആളെ തീരുമാനിക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള ആ കടുത്ത തീരുമാനത്തിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്നതോടുകൂടി സുധാകരന്റെ നോമിനിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം CPM-നെ സംബന്ധിച്ച് TK ഗോവിന്ദൻ ഉയർത്തുന്ന ആരോപണങ്ങൾ ചെറിയ ഒരു പ്രശ്നമല്ല CPM-നുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സംഘടനാപരമായി വലിയ പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ CPM പരിശോധിക്കുകയാണല്ലോ. തീർച്ചയായും കെ സുധാകരൻ മത്സരിക്കാൻ പൂർണ്ണമായും പിൻവലിച്ചിട്ടില്ല. എന്നാൽ പോലും രണ്ടാമതൊരു സാധ്യത കെ സുധാകരൻ നേതൃത്വത്തിന് മുൻപിൽ വെച്ചിട്ടുള്ളത് അമൃത രാമകൃഷ്ണനെ മത്സരിപ്പിക്കണമെന്നുള്ളതാണ്. അതിനർത്ഥം കെ സുധാകരൻ തന്റെ മുൻ നിലപാടുകളിൽ നിന്ന് ഹൈക്കമാൻഡിനോട് അയയുന്നു, നേതൃത്വവുമായി മഞ്ഞുരുക്കമുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ നടത്തിയ നിർണായക ചർച്ചകളിലാണ് ഇത്തരത്തിൽ ഒരു സമവായത്തിലേക്ക് സുധാകരൻ നിർബന്ധിതമാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ സുധാകരനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ MP-മാർ മത്സര സന്നദ്ധ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അവർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് സുധാകരൻ ഈ മനംമാറ്റത്തിന് തയ്യാറെടുക്കുന്നതെന്നാണ് പ്രധാനമായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും KPCC മുൻ പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരൻ ഇത്തരത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അമൃത രാമകൃഷ്ണന്റെ പേരാണ്. രാമകൃഷ്ണന്റെ മകളാണ് അമൃത രാമകൃഷ്ണൻ. മാത്രമല്ല സജീവ പ്രവർത്തകയാണ്, കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ്. അത്തരത്തിൽ കെ സുധാകരന്റെ മനസ്സറിയുന്ന, ഹൃദയമറിയുന്ന, കെ സുധാകരന്റെ ഒപ്പം എല്ലാ കാലത്തും ഉണ്ടായിരുന്ന രാമകൃഷ്ണന്റെ മകളെ തന്നെ, വിശ്വസ്തയായ മകളെ തന്നെ ഇത്തരത്തിൽ കെ സുധാകരൻ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസുമായി സുധാകരനുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അകലെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകാൻ ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. RSPയുടെ സീറ്റായിരുന്നു ഇത്. RSP ഇതിനോടകം തന്നെ പി കുഞ്ഞികൃഷ്ണന് പിന്തുണ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് UDF നേതൃത്വവും നിരുപാധികമായ പിന്തുണ വി കുഞ്ഞികൃഷ്ണൻ അറിയിച്ചിട്ടുള്ളത്. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരമുയർത്തി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കാരണവശാലും വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്ന നയത്തോട്, UDF നയത്തോട് യോജിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരുന്നത്. തൊട്ടു പിന്നാലെയുള്ളത് തളിപ്പറമ്പ് മണ്ഡലത്തിലാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ TK ഗോവിന്ദനെ മത്സരിപ്പിക്കാനാണ്, പിന്തുണയ്ക്കാനാണ് ഇത്തരത്തിൽ UDF-ന്റെ തീരുമാനമുണ്ടായിരുന്നത്. പക്ഷേ ആ തീരുമാനത്തിനെതിരെയും പ്രാദേശിക നേതാക്കൾ വലിയ രീതിയിലുള്ള വിമത സ്വരമുയർത്തി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു കാര്യമനുസരിച്ച്, ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് അവിടെ ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ സ്വതന്ത്രനായി മത്സരിക്കും. അപ്പോൾ കോൺഗ്രസിന്റെ ഈ നീക്കത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും അവർ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു അട്ടിമറി വിജയത്തിലേക്ക് കടക്കാൻ സാധ്യതയില്ല. കാരണം കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിഭാഗീയത പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സുധാകരന് സീറ്റ് നൽകുന്നില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് ഇത്തരത്തിൽ അണികളും മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. സണ്ണി ജോസഫ് ഉൾപ്പെടെ പേരാവൂർ മണ്ഡലത്തിൽ തോക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോകുമെന്നുള്ളൊരു വളരെ ഗുരുതരമായ ഒരു മുന്നറിയിപ്പ്, ഒരു ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നതയൊക്കെയാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും കണ്ണൂരിലെ രാഷ്ട്രീയം ഇടതിന്റെയും വലതിന്റെയും അത് കലങ്ങി മറിയുകയാണ്. കാര്യങ്ങൾ ഇതുവരെയും സുഖകരമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ട പ്രചരണത്തിൽ CPM മുന്നോട്ട് പോയെങ്കിലും ഇത്തരത്തിൽ പാർട്ടിയുടെ മുതിർന്ന അംഗങ്ങൾ ഉയർത്തിയ വെല്ലുവിളി അത് വലിയ ക്ഷീണം തന്നെയാണ് ജനിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ എത്തരത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നൊരു ആലോചന കൂടി ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ P ജയരാജനെയും ശ്രീമതി ടീച്ചറെയും അതുപോലെ തന്നെ ജനകീയ മുഖമുള്ള നേതാക്കളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രചരണത്തിൽ അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാനാണ് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അഖില.
ശരി, ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ CPM-നെ സംബന്ധിച്ച് പാർട്ടിയുടെ കോട്ടയാണ്. അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കുകയാണ്. കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ട സീറ്റുകളുള്ള മണ്ഡലമാണ് കണ്ണൂർ. അവിടെയും കെ സുധാകരന്റെ വിഷയം ഒരു പ്രശ്നമായി മാറാതിരിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസും നടത്തുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വളരെ അതിവേഗം അതിന്റെ ചർച്ചകളും ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. കെ സുധാകരൻ മത്സരിക്കേണ്ട എന്ന് കെ സുധാകരന്റെ വലിപ്പം ചെറുതായി കാണുന്നതല്ല. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നേതാവാണ് അദ്ദേഹം. മത്സരിക്കണമെന്ന നിലപാട് എല്ലാ MP-മാരും മുന്നോട്ട് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതിയെന്നും കെ ബാബു ചോദിച്ചു. കെ സുധാകരന്റെ സംഭാവനകളെ കുറിച്ച് യാതൊരു തർക്കമുള്ള ആളല്ല. അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും ഒന്നും ഒരു കുറവുമില്ല, അതുകൊണ്ട് പറയണതല്ല. പക്ഷെ MP-മാർ മത്സരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം ഇവരിപ്പോൾ MP, ഞാൻ ഇതിനു പറഞ്ഞ കാര്യമാണ്, ഒരു MP-ക്ക് അനുവാദം കൊടുത്താൽ മറ്റൊരു MP-ക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്ന് ചോദിക്കില്ലേ? അതുകൊണ്ട് സുധാകരൻ്റെ വലിപ്പം ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് കേരളത്തിലും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചുമുണ്ട്. അദ്ദേഹം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ഒരാളാണ്. പക്ഷെ അദ്ദേഹം MP-യുമാണ്. കോൺഗ്രസിന്റെ ബാക്കി സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പാർട്ടിയിൽ ഒരു തർക്കവുമില്ലെന്നും യഥാർത്ഥ പ്രശ്നം CPM-നാണുള്ളതെന്നും ഇതുപോലെ ഒരു കലഹമുണ്ടായ കാലം CPM-ന് ഉണ്ടായിട്ടില്ല എന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്ന് കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഇതിനകത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലില്ല. പക്ഷെ ഞങ്ങൾക്ക് ചില പ്രൊസീജിയറുണ്ട്. ഞങ്ങളൊരു കേരള പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ്. CPM-നെ പോലൊരു കേരള പാർട്ടി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ദേശീയ തലത്തിലൊരു പാർട്ടി ആയതുകൊണ്ട് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്, CEC ഉണ്ട്. ആ നടപടിക്രമങ്ങൾ ഞങ്ങൾക്ക് പാലിച്ചേ മതിയാവുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ജന്മനാട്ടിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നതിന്റെ ആവേശത്തിലാണ് ചലച്ചിത്ര താരം രമേശ് പിഷാരടി. തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ നിന്ന് പിഷാരടി പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു. ആരോപണം ഉയർന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചത്. തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അനുഭവിക്കണമെന്നും രാഹുൽ ചെയ്ത നല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. അവിടുത്തെ മുഖ്യ ഒപ്പം മത്സരിക്കുന്നതിലെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് BJP ആണ്. BJP ആയിട്ടാണ് ഡയറക്റ്റ് മത്സരം നടക്കുന്നത്. BJPയുടെ ഒരു സമുന്നതമായ നേതാവാണ് വരുന്നത്. നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമല്ല ചെയ്തിട്ടുണ്ട്, വീടുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുക്കുകയും അത് തുടർന്നു പോവുകയും എന്നാൽ കഴിയുന്ന ഇനി ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ ആ നല്ല കാര്യങ്ങളെല്ലാം ഞാൻ തുടരുക, പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. അത് രാഹുൽ എന്നല്ല, ഷാഫി തുടങ്ങി വെച്ച കാലം തൊട്ടാണ് പറയുന്നത്. ഒരു 15 വർഷമായിട്ട് ഒന്നിന്റെ തുടർച്ചയാണല്ലോ അത്. ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകയും നടത്തുക എന്നുള്ളതായിരിക്കും എന്റെ ലക്ഷ്യം. കോൺഗ്രസിനെതിരെ പൊട്ടിത്തെറിച്ച് കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്ന മുതിർന്ന നേതാവ് MJ ജോബ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് KC വേണുഗോപാലിനെ ടെർമിനേറ്റർ എന്ന് വിളിക്കേണ്ടി വരുമെന്നും MJ ജോബ് പറഞ്ഞു. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പോക്കിൽ മനം നൊന്താണ് പാർട്ടി വിട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ കാര്യങ്ങൾ പോകുന്ന കാണുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാലിനെ ടെർമിനേറ്റർ എന്ന് വിളിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരിച്ച് KC വേണുഗോപാൽ അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഞാൻ വളരെ ആലോചിച്ച് ചിന്തിച്ച് എടുത്ത തീരുമാനമാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്കിൽ മനം നൊന്നാണ് ഞാൻ ഈ പാർട്ടി വിടുന്നത് എന്ന് ഞാൻ. ആലപ്പുഴയിൽ CPM സ്ഥാനാർത്ഥി PP ചിത്തരഞ്ജനെതിരെ ഗുരുതര ആരോപണമായി കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്ന MJ ജോബ്. ചിത്തരഞ്ജൻ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് ജോബ് കുറ്റപ്പെടുത്തി. ഈ പാർട്ടി വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴയിൽ മത്സരിക്കുന്ന LDFിന്റെ സ്ഥാനാർത്ഥി ചിത്തരഞ്ജൻ KC വേണുവിന്റെ സ്ഥാനാർത്ഥിയാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പാർട്ടി വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. KC വേണുഗോപാലും കമ്മ്യൂണിസ്റ്റ് ചില ദൈവദാസന്മാരും ചേർന്ന് ഫാക്ടറിയിൽ അദ്ദേഹത്തിന് ഇണങ്ങുന്ന ചിത്തരഞ്ജനും ഉണ്ടാകും കമ്പനിയിൽ, ആ ഫാക്ടറിയുടെ അകത്ത് ചിത്തരഞ്ജൻ ഇണങ്ങുന്ന ഒരു സാധനത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നാളെ വരും. അത് KC വേണുവിൻ്റെ സ്ഥാനാർത്ഥിയാണ് ചിത്തരഞ്ജൻ. അതിന് ചില അന്തർധാരകളുണ്ട് എന്ന് ഞാൻ സൂചന തന്നിരുന്നു. അന്തർധാരകളെ കുറിച്ച് തുറന്നു പറയണമെങ്കിൽ ഞാൻ തുറന്നു പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഷുക്കൂർ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞില്ലേ, ചില തുറന്നു പറഞ്ഞെന്ന് പറയില്ലേ, എന്താ പറയാത്ത? ഷുക്കൂർ പറഞ്ഞില്ലേ, ഞാൻ പറയാം.
ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നെങ്കിലും എറണാകുളത്ത് കോൺഗ്രസിന്റെ സസ്പെൻസ് തുടരുകയാണ്. പെരുമ്പാവൂർ, കൊച്ചി, തൃപ്പൂണിത്തുറ, വൈപ്പിൻ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൽ തൃപ്പൂണിത്തുറയിലും പെരുമ്പാവൂരിലും ആര് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ശ്രദ്ധേയം. പെരുമ്പാവൂരിലെ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പിള്ളി ഡൽഹിയിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൊച്ചിയിലും പെരുമ്പാവൂരിലും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പേരാണ് പരിഗണിക്കുന്നത്. പെരുമ്പാവൂരിൽ കുന്നപ്പിള്ളി ഇല്ലെങ്കിൽ ഷിയാസിന് തന്നെയാണ് സാധ്യത. തൃപ്പൂണിത്തുറയിൽ ദീപ്തി മേരി വർഗീസ്, ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് എന്നീ പേരുകൾക്കാണ് പരിഗണന. ദീപക് ജോയ്ക്ക് വേണ്ടി K ബാബു രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം ദീപ്തി മേരി വർഗീസിന് സീറ്റ് നൽകിയില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കും പൊട്ടിത്തെറിയിലേക്കും കാര്യങ്ങൾ നീങ്ങിയേക്കും. ലീഗുമായി ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇടത് സ്ഥാനാർത്ഥിയായേക്കും. രണ്ടത്താണി ചോദിക്കുന്ന സീറ്റ് കൊടുക്കാൻ CPM തയ്യാറാണെന്ന് അറിയിച്ചു. തിരൂരങ്ങാടിയോ താനൂരിലോ മത്സരിപ്പിക്കാനാണ് നീക്കം. അതേസമയം സീറ്റ് കിട്ടാത്തവരുടെ പരസ്യ പ്രതികരണം അതൊരു വൈകാരിക പ്രകടനം മാത്രമാണ് എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളൊന്നുമല്ല അവരൊക്കെ പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിച്ച് വരുന്നവരാണ്. അവര് MLA ആയിട്ടുള്ള ആൾക്കാരാണ്. മറ്റ് പാർട്ടി കൊടുത്തുള്ള സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്നവരാണ്. അപ്പം അതിന്റെ ഒക്കെ വിലമതിക്കുന്നവരാണ്. അവരൊന്നും അതിന്റെ പേരിൽ പാർട്ടി വിട്ടു പോകുമെന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല. TK അരവിന്ദൻ വിശദാംശങ്ങൾ നൽകും. അരവിന്ദൻ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അവസാന വാക്ക്. പക്ഷേ അതൃപ്തി ചിലയിടങ്ങളിൽ പുകയുന്നുണ്ട്. രണ്ടത്താണി വന്നിട്ടുണ്ട്, ഒപ്പം വനിതാ ലീഗിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ രണ്ടത്താണിയെ CPM അവരുടെ കോട്ടയിലേക്ക് പിടിച്ചു കയറ്റുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. അങ്ങനെ ഒരു നീക്കം നടക്കാനുള്ള സാധ്യതയുണ്ടോ? അഖില, തീർച്ചയായും CPMന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ഇടതു വളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതിനുള്ള നേതൃത്വം അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ DCC യോഗം മലപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇതിൽ ഒരു കൃത്യമായ തീരുമാനം CPM എടുക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ CPMന്റെ ഭാഗത്ത് നിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. അതേസമയം അബ്ദുറഹ്മാൻ രണ്ടത്താണി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒരു മത്സര സാധ്യത അദ്ദേഹം തീർത്തും തള്ളിയില്ല. താൻ ഇപ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. താൻ നേരത്തെ പറഞ്ഞ തിരുരങ്ങാടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വേണ്ട പരിഗണന ലഭിച്ചില്ല. മണ്ഡലം കമ്മിറ്റിയുടെയോ പഞ്ചായത്ത് കമ്മിറ്റിയുടെയോ ഒന്നും അറിവില്ലാതെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് തുടങ്ങിയ ആരോപണങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുന്നു. വിമർശനം തീർച്ചയായും ഉണ്ടാകും എന്നുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹം എടുക്കുന്നത്. എന്തായാലും അബ്ദുറഹ്മാൻ രണ്ടത്താണി നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ലീഗ് നേതൃത്വം അതേസമയം അത് സീറ്റ് കിട്ടാത്തതിൽ അതിർത്തി സ്വാഭാവികമായുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ തള്ളിക്കളയാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും ലീഗ് നേതൃത്വവും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. എന്തായാലും CPMന്റെ ഇപ്പോൾ നടക്കുന്ന ജില്ലാ നേതൃത്വം DC യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കും. ശരി, TK അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരുപക്ഷെ അബ്ദുറഹ്മാൻ രണ്ടത്താണി CPM കോട്ടയിലേക്ക് കയറുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്നത് വലിയ തിരിച്ചടിയായിരിക്കും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച്. തിരുവമ്പാടിയിലെ ലീഗ് സ്ഥാനാർത്ഥി CK കാസിമിനെതിരെ ലീഗിലെ ഒരു വിഭാഗം ഇന്ന് മുക്കം ലീഗ് ഹൗസിൽ ചേർന്ന UDF നിയോജക മണ്ഡലം നേതൃയോഗത്തിൽ ലീഗിന്റെ ഭാരവാഹികളായ ചിലർ പങ്കെടുത്തില്ല. മണ്ഡലം സെക്രട്ടറി VA നാസിർ, വൈസ് പ്രസിഡന്റ് KP അബ്ദുറഹ്മാൻ എന്നിവർക്ക് പുറമെ കൊടിയത്തൂർ, കാരശ്ശേരി പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളും പങ്കെടുത്തില്ല. കഴിഞ്ഞ തവണ CP ചെറിയ മുഹമ്മദിനെ തോൽപ്പിക്കാൻ കൂട്ടുനിന്ന ആളാണ് സ്ഥാനാർത്ഥിയായ CK കാസിം എന്നാണ് ഇവർ ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പോരാട്ടമുഖത്ത് നിൽക്കുമ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർ ശത്രുക്കളെന്ന് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നും KP മജീദ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. സംസ്ഥാനത്ത് UDFൽ പ്രതിസന്ധി മൂർച്ഛിച്ചിരിക്കുകയാണെന്ന് K സുരേന്ദ്രൻ. അവർക്കിടയിൽ ജനകീയ വിഷയങ്ങൾ പ്രശ്നമല്ല, സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും സീറ്റ് കിട്ടുന്നതിലുള്ള കുതികാൽ വെട്ടുമാണ് നടക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞ UDFന് 72 മണിക്കൂർ കഴിഞ്ഞിട്ടും അതിന് സാധിച്ചില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഈ രണ്ട് മുന്നണികളിലും പ്രതിസന്ധിയുണ്ട്. UDFൽ അത് മൂർച്ഛിച്ചിരിക്കുകയാണ്. കാരണം അവർ എടുക്കുന്ന നിലപാടുകൾ പലതും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളല്ല, അവരെ സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ്. LDFലും UDFലും നടക്കുന്നത് കേരളത്തിലെ പൊതുജനത്തിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തർക്കവുമല്ല, ഒരു ചർച്ചയുമല്ല. അവർ ആർക്കൊക്കെ സീറ്റ് കിട്ടണം എന്നുള്ള കുതികാൽ വെട്ടിനാണ് അവർ ശ്രമിക്കുന്നത്. NDA ശരിയായ ദിശയിൽ ജനങ്ങളുടെ വികസന താല്പര്യങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും മൂർത്തമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. 3 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച RJD വടകര MK ഭാസ്കരൻ, കൂത്തുപറമ്പ് PK പ്രവീൺ, കൽപ്പറ്റ PK അനിൽകുമാർ എന്നിവർ മത്സരിക്കും. RJD സംസ്ഥാന അധ്യക്ഷൻ ME ശ്രേയാംസ്കുമാറാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി സഭാക് പുൽപ്പറ്റയെ പുറത്താക്കിയെന്നും അദ്ദേഹം അറിയിച്ചു.
RJD മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇന്ന് പാർലമെൻ്ററി ബോർഡ് കൂടി നിശ്ചയിച്ചു. കൂത്തുപറമ്പിൽ PK പ്രവീൺ, കൽപ്പറ്റയിൽ PK അനിൽകുമാർ, വടകരയിൽ MK ഭാസ്കരൻ. ഇതാണ് സ്ഥാനാർത്ഥികൾ. അത് പൊട്ടിത്തെറിയല്ല. ഒരാളെ പൊട്ടിത്തെറിച്ചാൽ പാർട്ടി പൊട്ടിത്തെറിക്കൊന്നുമില്ല. അദ്ദേഹത്തെ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഈ പറഞ്ഞ ആളെ മലപ്പുറം ജില്ലാ സഭാപതി പറ്റി അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നോമിനേറ്റഡ് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്ന ആ കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്തതാണ്. പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ പരപ്പനങ്ങാടി CIക്ക് കുത്തേറ്റു. CI സ്റ്റെപ്റ്റോ ജോണിനാണ് പരിക്കേറ്റത്. ഇന്നലെയാണ് സംഭവം. പ്രതി മാനസിക പ്രശ്നമുള്ള ആളാണെന്നാണ് വിവരം. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് CIക്ക് കുത്തേറ്റത്. പൊട്ടിയ ഗ്ലാസ് ഉപയോഗിച്ചാണ് CIയെ ആക്രമിച്ചത്. തൃശൂർ പാലിയക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച. BPCL പെട്രോൾ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയ തൊഴിലാളികൾ പൈപ്പ് ലൈൻ മാറ്റി 8 മീറ്റർ അപ്പുറത്തുള്ള KSPPL കമ്പനിയുടെ ഗ്യാസ് പൈപ്പ് ലൈനിൽ ഡ്രിൽ ഉപയോഗിച്ച് തകരാർ പരിഹരിച്ചതാണ് ചോർച്ചയ്ക്ക് കാരണമായത്. വലിയ തോതിൽ LPG ചോർച്ചയുണ്ടായതോടെ പൈപ്പ് ലൈനിന്റെ 2 വശമുള്ള വാൾവ് അടച്ചു. പൈപ്പ് ലൈനിൽ തങ്ങി നിന്നിരുന്ന വാതകമാണ് ഇപ്പോൾ ചോർന്നുകൊണ്ടിരിക്കുന്നത്. പുതുക്കാട് അഗ്നിരക്ഷാസേന ചോർച്ചയിലേക്ക് വെള്ളം പമ്പ് ചെയ്താണ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നത്. ചോർച്ചയുണ്ടായ പ്രദേശത്തിന്റെ ഏതാനും ചുറ്റളവിൽ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. മേഖലയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും പോലീസ്, അഗ്നിരക്ഷാസേനയും വില്ലേജ് ഓഫീസ് അധികൃതരും എത്തി മുൻകരുതൽ നടപടികൾ എടുത്തു. വീടുകളിലും സ്ഥാപനങ്ങളിലും തീ ഉപയോഗിക്കുന്നതിലും വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തി. ഡൽഹിയിലെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു. നിരവധി പേർക്ക് പൊള്ളലേറ്റു. രാവിലെ 7 മണിയോടെയാണ് പാലം മെട്രോ സ്റ്റേഷന് സമീപമുള്ള കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. 30 അഗ്നിശമന യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കെട്ടിടത്തിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. അയോധ്യയിലെത്തിയ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് സരയൂ ആരതിയിൽ പങ്കെടുക്കും. ശ്രീരാമക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മയും സാക്ഷിയാകും. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, കഴിഞ്ഞ ദിവസം അമ്മ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ സരയൂ ആരതിയിൽ പങ്കെടുക്കുകയാണ്. നാളെയാണ് ആ വിശിഷ്ടമായ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്ന ചടങ്ങൊക്കെ നടക്കുന്നത്. വിശദാംശങ്ങൾ. അഖില, നാളെ 10 മണിക്ക് ശേഷമാണ് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ഉയർന്ന ശ്രീരാമക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. ആ ചടങ്ങിൽ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം പങ്കെടുക്കും. കൂടാതെ ഭാരതത്തിലെ ക്ഷണിക്കപ്പെട്ട സന്യാസി ശ്രേഷ്ഠന്മാർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അയോധ്യ നിവാസികൾ പങ്കെടുക്കുന്ന അത്തരത്തിലൊരു ഉത്സവ ആഘോഷമായിരിക്കും നാളെ അയോധ്യയിൽ ഉണ്ടാവുക. 2024 പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വലിയ ഉത്സവമായി അയോധ്യ കൊണ്ടാടിയിരുന്നു. അതിനുശേഷം ഈ ക്ഷേത്രത്തിന്റെ 1ാം നിലയിൽ രാം ദർബാറിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് നടത്തിയത്. ഇപ്പോൾ 2ാം നിലയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്നതിനാണ് അമ്മ അയോധ്യയിൽ രാമജന്മഭൂമിയിലെത്തിയത്. ഇന്നലെ രാംലല്ലയുടെ ദർശനം നടത്തിയിരുന്നു. ബിർള മന്ദിറിൽ ഭക്തരുടെ ഭജനയ്ക്ക് ശേഷമായിരുന്നു അമ്മ സന്യാസി ശ്രേഷ്ഠന്മാർക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയത്. അവിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അമ്മയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. അവിടെ രാംലല്ലയുടെ ദർശനം നടന്നു. വൈകിട്ട് ധ്യാനവും ഭജനയും ഉണ്ടായിരുന്നു. ഇന്ന് സരയൂ ആരതിയിൽ ഈ ശ്രീരാമക്ഷേത്രത്തിൽ സരയൂ നദിക്കരയിലാണ് ഈ ശ്രീരാമ ജന്മഭൂമി ഉള്ളത്. അവിടെ എല്ലാ ദിവസവും വൈകിട്ട് സൂര്യാസ്തമയ സമയത്ത് സരയൂ ആരതി നടക്കും. ഇന്ന് അമ്മ സരയൂ ആരതിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ പ്രത്യേക ഭജനയും ധ്യാനവും അവിടെ ഉണ്ടാകും. നാളെയാണ് അഖില ചൂണ്ടിക്കാട്ടിയതുപോലെ വിശിഷ്ടമായ ചടങ്ങ് നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. അതിൽ അമ്മയും ഒപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമുവും രാജ്യത്തെ മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരും പങ്കെടുക്കും. അഖില. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. നാളത്തെ ആ ദിവസത്തിനു വേണ്ടി ഭക്തർക്കൊപ്പം എല്ലാവരും കാത്തിരിക്കുകയാണ്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ നിന്ന് ബാഴ്സലോണ ന്യൂകാസിൽ പോരാട്ടമാണ്. ക്വാർട്ടറിലെത്താൻ ന്യൂകാസിൽ നിന്ന് ജയം അനിവാര്യമാണ്. രാത്രി 11 മണിക്കാണ് മത്സരം. അതേസമയം റയൽ മാഡ്രിഡും PSG ആഴ്സണലും ക്വാർട്ടറിൽ പ്രവേശിച്ചു. കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ 2-1 പരാജയപ്പെടുത്തിയായിരുന്നു റയൽ മാഡ്രിഡ് തങ്ങളുടെ ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിച്ചത്. ചെൽസിയെ 3-0 പരാജയപ്പെടുത്തി PSG ക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്തു.
ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.